ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ആലു പൊറോട്ടയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ചായ കൊണ്ടുപോകുന്നത് എനിക്കല്ല, എൻ്റെ റൂംമേറ്റിനാണ്. ഞാൻ ചായ കുടിക്കാറേ ഇല്ല. ഞാനങ്ങനെ ഇറങ്ങി. ബീച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നല്ല ചൂടുണ്ട്. അറിയില്ല ഡൽഹി എന്താ അവസ്ഥ എന്നുള്ളത്. ഓഗസ്റ്റ് 4th ആണ്. ഗൈസ്, ഞാൻ ഡൽഹിയിലോട്ട് പോവാണ്. ആക്ച്വലി ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതുകൊണ്ട് പിന്നെ വെറുതെ റൂമിലിരുന്ന് സമയം കളയണ്ട വിചാരിച്ചു. ഹോസ്റ്റലിൽ തന്നെ നമുക്ക് ക്യാബൊക്കെ ഉണ്ട്. നമുക്ക് മെട്രോ സ്റ്റേഷൻ വരെ ഉള്ളതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഡൽഹി വരെ പോവാം. അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട് ഞാനൊരു മെട്രോ കാർഡൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മെട്രോ കാർഡും കാര്യങ്ങളെല്ലാം കിട്ടി. അത് അപ്ഡേറ്റും ചെയ്തു. ഞാൻ കാർഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് ഇൻവാലിഡ് എന്നായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. കസ്റ്റമർ കെയറിൽ പോയപ്പോൾ എല്ലാം റെഡിയായി. ഞാൻ പിന്നെ അവിടെ മെട്രോന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെയൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ലോണം സൗണ്ട് കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലാണെങ്കിലും മൈക്കും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ഈ കഷ്ടപ്പെട്ട് മേക്കപ്പും കാര്യങ്ങളും പിന്നെ ഈ ചുരിദാറൊക്കെ ഇട്ട് പോണത് വേറെ എങ്ങോട്ടല്ല, ഡൽഹിയിലെ ഒരു മോണ്യുമെന്റ് കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. പിന്നെ നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചുരിദാറും ഇതെല്ലാം ഞാൻ വലിച്ചു കയറ്റിയിട്ടത്. ഒരു 1.25 മണിക്കൂറുണ്ട് എൻ്റെ ഇവിടുന്ന് ഡൽഹിയിലോട്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഡൽഹിയിലോട്ട് ഒരു 1.25 മണിക്കൂറുണ്ട് ബൈ മെട്രോ ആണെങ്കിൽ. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കടയിൽ നിന്ന് ഞാനൊരു പൾപ്പി ഓറഞ്ചൊക്കെ മേടിച്ചു. ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുടിച്ച് ശീലമായ സാധനമാണിത്. ഞാൻ ഈ മെട്രോയിൽ കയറുമ്പോൾ നമുക്ക് ഈ മജന്ത ലൈൻ, ബ്ലൂ ലൈൻ, അങ്ങനെ ഒരുപാട് ലൈനുകളുണ്ട്. നമ്മളങ്ങനെ മാറി കയറും. വന്ന സമയത്ത് മജന്ത ലൈനിൽ കൂടിയാണ് വന്നത്. അപ്പോൾ ഇനി എനിക്ക് വയലറ്റ് ലൈനിലൂടെയാണ് പോകേണ്ടത്. എന്നാലേ ഡൽഹി എത്തുള്ളൂ. ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര സുഖമായിരുന്നു. ഇനി ഇവിടെ മെട്രോ കാർഡ് വർക്ക് ചെയ്യുന്ന അറിയാം. നേരത്തെ എനിക്ക് എൻ്റെ കയ്യിൽ വർക്ക് ചെയ്യാണ്ടായപ്പോൾ ഓരാണ് ടാപ്പ് ചെയ്തത്. ഇപ്പം എന്താ അവസ്ഥ എന്നറിയില്ല. കോമഡി ആവുമോ നാണം കിടുമെന്നൊന്നും നോക്കാം. ഉണ്ട് ഇപ്രാവശ്യം മെട്രോ കാർഡ് ചതിച്ചില്ല. അവിടെ നിന്ന് പിന്നെ ഊബർ വിളിച്ചു. ഞാൻ ഊബർ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു. അപ്പോഴേക്കും എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. നമ്മത് ഈ ഒരു ചുരിദാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കണ്ണിൽ ഐലാഷസും ലെൻസും എല്ലാം ഉണ്ട്. ഒരു ഇടങ്ങേറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ചൂട് മാത്രമായിരുന്നു ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ എത്തിക്കുന്നത് ഹുമയൂൻസ് ടോംബിലാണ്. ചൂടുള്ളതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ഐസ്ക്രീമിൽ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ച സമയത്ത് ഭയങ്കര ഒരു റിലീഫായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊരു സൈറ്റിൽ നിന്നും. കാരണം ഇവിടെ നല്ല അത്യാവശ്യം നല്ല ക്യൂ പ്രൈസ്. അങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊരു സൈറ്റിൽ നമുക്ക് എവിടേക്ക് പോവുകയാണെങ്കിലും ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ക്യൂ പോലും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹുമയൂൻസ് ടോംബിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസൊക്കെ കിട്ടി. ഇനി നമ്മൾ അഹാനകൃഷ്ണ പറഞ്ഞ പോലെ നമ്മൾ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സോങ് വെച്ചിട്ട് നമുക്ക് കാണാം. ആദ്യം നമ്മൾ കണ്ടത് ഇസാഗാൻസ് ഗാർഡൻ ടോംബാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസസും മോണ്യുമെൻറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഒരു ഹിസ്റ്ററി സബ്ജക്റ്റിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം ഉണ്ടായതുകൊണ്ടായിരിക്കണം. മോഡറേറ്റ് ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നല്ല വേർക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ചുരിദാറും കാര്യങ്ങളും പിന്നെ ഈ മുടി അഴിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം. കാലിൻ്റെ മുട്ടിന് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ റെസ്റ്റിലായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് കയറാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാതിരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറുന്നത്.
പോയതുകൊണ്ട് തന്നെ എനിക്ക് ആരും ഫോട്ടോസൊന്നും എടുത്ത് തരാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഓരോ കല്ലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ ചാരി വെച്ചിട്ടൊക്കെയായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഫോറിനേഴ്സിന് ഭയങ്കര അതിശയമായിരുന്നു ആ ഒരു പുല്ല് വെട്ടുന്ന വിഷയം കണ്ടിട്ട്. ടോമിൻ്റെ മുന്നിൽ തന്നെ ഒരു ഗാർഡൻ ഭാഗത്തായിട്ട് അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കുറച്ച് നേരം ഇരുന്നു. നല്ല പീസ്ഫുൾ മൈൻഡായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു തംസപ്പ് ഒക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു കേരള റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് വന്നതാണ്. ഞാൻ ആ ഒരു സ്ഥലത്തുനിന്ന് വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും എല്ലാം തപ്പിയിട്ട് അവസാനം എനിക്ക് കിട്ടിയതാണ് മഹാബലി റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് ചോറുണ്ടോ ചോദിച്ചപ്പോൾ അത് മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തൽക്കാലത്തേക്ക് പൊറോട്ടയിലും പിന്നെ അതുപോലെ നല്ല മലബാർ ചിക്കൻ കറിയിലും തീർക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ആഗ്രഹം തീർക്കാമെന്ന് വിചാരിച്ചു. തിരിച്ച് പോകുമ്പോൾ ഞാനൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നേരെ അങ്ങനെ ഞാൻ ഹോസ്റ്റലിലോട്ട് എത്തി. നല്ല ടയേർഡാണ്. ഇനി പോയി കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞാൻ പിന്നെ വരാം. അതുവരയ്ക്കും ബൈ.